നമസ്കാരം. ബാഗ്ദാദ് മിഡിൽ ഈസ്റ്റിലെ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഇറാഖിൽ പ്രവർത്തിക്കുന്ന ഇറാന്റെ പിന്തുണയുള്ള മിലിഷ്യ സൈനികർക്ക് നേരെ അമേരിക്ക കനത്ത വ്യോമാക്രമണം നടത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തുവരുന്നത്. യുഎസിന്റെ പ്രതിരോധ സെക്രട്ടറിയായ ലോയിഡ് ഓസ്റ്റിൻ ഈ വ്യോമ ആക്രമണം സംബന്ധിച്ചുള്ള സ്ഥിരീകരണവും നൽകിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റേൺ രാജ്യത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന യുഎസ് സൈനികർക്ക് നേരെയുള്ള ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണ് ഇത് എന്നാണ് അമേരിക്ക ഇപ്പോൾ നിരത്തുന്ന ഒരു വാദം. ഇറാൻ പിന്തുണയുള്ള ഖതൈബ് ഹിസ്ബുള്ളയും ഇറാഖിൽ പ്രവർത്തിക്കുന്ന മറ്റ് ഗ്രൂപ്പുകളും ഉപയോഗിച്ചിരുന്ന 3 മേഖലകൾ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഈ കനത്ത വ്യോമാക്രമണം ഉണ്ടായത്. യമനിലെ ഒന്നിലധികം ഹൂതി കേന്ദ്രങ്ങളിൽ യുഎസും ബ്രിട്ടനും സംയുക്തമായി ആക്രമണം നടത്തുന്നതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഒറ്റയ്ക്കുള്ള ഈ ഒരു ആക്രമണം ഉണ്ടാവുന്നത്. എന്തായാലും ഇതോടുകൂടി മിഡിൽ ഈസ്റ്റിൽ യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുമോ എന്നുള്ള വലിയ ആശങ്ക കൂടി ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.